بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وكل خير في اتباع من سلف وكل شر في ابتداع من خلف. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സപ്തദിന പ്രഭാഷണം ഇന്നലെ സമാപിച്ചു എങ്കിലും എട്ടാമത്തെ ദിവസമായ ഇന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ദിക്റ് ചൊല്ലാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ഈ 7 ദിവസമായി ഇവിടെ പലരും പഠിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള സംശയങ്ങളുടെ മറുപടി വളരെ ചുരുക്കി സംസാരിക്കുന്നു.
നാം സൂറത്തുൽ ഫാത്തിഹ അതിനെ സംബന്ധിച്ച് 6 ദിവസമായി അതിലെ ഓരോ ആയത്തുകൾ നാം സംസാരിച്ചു. ഒരു ദിവസം ഫാത്തിഹയുടെ തീരത്ത് എന്ന പേരിൽ ഫാത്തിഹയുടെ മഹത്വവും അഊദു ഓതുന്നതിൻ്റെ ആവശ്യവും അതിൻ്റെ മഹത്വങ്ങളും അഊദു ഓതേണ്ട സ്ഥലങ്ങളും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന പ്രത്യേകമായ സന്ദർഭങ്ങളിലുള്ള ദിക്റുകളും എല്ലാം നാം സംസാരിച്ചു. ഞാൻ ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഇന്നലെ വരെ നാം സംസാരിച്ച് ബാക്കി വന്ന സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്തിന്റെ ഒരു ചെറു വിവരണം ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ അതിന്റെ വിശദമായ വിവരണം 10 ദിവസം ജനുവരി 24 മുതൽക്ക് ഇൻഷാ അല്ലാഹ് 10 ദിവസം ആ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണം ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് തുടർച്ചയായി പ്രസംഗിക്കുന്നുണ്ട്. അതിന് എല്ലാവരെയും ഇപ്പോൾ തന്നെ ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും കേൾക്കാനും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ വളരെ ചുരുക്കി മാത്രമേ ആ ആയത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുള്ളൂ. വിശദമായി 10 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കും. സഹോദരന്മാരെ, ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി. ആ നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ, ഞങ്ങളെ സ്ഥിരപ്പെടുത്തി നിർത്തിത്തരയണമേ എന്ന് അല്ലാഹുവിനോട് മുഅ്മിനീങ്ങൾ പ്രാർത്ഥന നടത്തും. ആ നേരെയുള്ള വഴി അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും 2 രംഗത്തും നേർക്കുനേരെ, വളമില്ലാതെ, അപ്പുറവും ഇപ്പുറവും തെറ്റിപ്പോകാൻ നേർക്കുനേരെ ജീവിക്കുക എന്ന വഴി, അതാണ് വാസ്തവത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മപരമായ വിഷയങ്ങളും വിശ്വാസപരമായ വിഷയങ്ങളും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായി ഞങ്ങളെ നീ നേർക്കുനേരെയുള്ള വഴിയിൽ നടത്തണമേ എന്നാണ് ആ ദുആയുടെ അർത്ഥം. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ ആ ആയത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൽ മുഅ്മിനു, സത്യവിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിനെ പുകഴ്ത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുതൽക്ക് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് തന്നെ സഹായം തേടുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം മുഅ്മിനായ മനുഷ്യൻ തേടുന്നത് ഫൽ മുഅ്മിനു യത്ലുബു മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് സത്യവിശ്വാസിയായ മനുഷ്യൻ തേടുന്നു അയ്യഹ്ദിയഹു ഇലസ്സിറാത്തിൽ മുസ്തഖീം, നേരെയുള്ള വഴിയിലേക്ക് വഴിതിരിക്കാൻ. അല്ലദീ ഹുവൽ വസതു ബൈന തർഫൈൽ ഇഫ്റാത്തി വത്തഫ്രീത്തി ഫീ കുല്ലിൽ അഖ്ലാഖി വഫീ കുല്ലിൽ അഅമാൽ, എല്ലാ സ്വഭാവങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പുറവും ഇപ്പുറവും തെറ്റിപ്പോകാതെ, അതിൽ കടന്നു പോകരുത്, തീരെ കുറഞ്ഞു പോകരുത്, മധ്യനിലവാരം പുലർത്തി, സർവ്വ വിഷയത്തിലും മധ്യനിലവാരം പുലർത്തി നേർക്കുനേരെ ജീവിക്കാനുള്ള തൗഫീഖിനെയാണ് മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുമ്പോൾ ഈ ബോധത്തോടുകൂടി നാം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്ത് ഓതണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതോടുകൂടി തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വീണ്ടും വിശദീകരിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിൽ മനസ്സ് പൂർണ്ണമായി ലയിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ഇതിനെ സംബന്ധിച്ച് നാം പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്.
മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, കഅന്നൽ ഇൻസാന യഖൂലു ഫി ത്വരീഖ്, അല്ലാഹുവിലേക്കുള്ള മനുഷ്യന്റെ യാത്രയിൽ, വഴിയിൽ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, കസറത്തുൽ അഹ്ബാബി യജുറൂനനി ഇലാ ത്വരീഖിൻ വൽ അഅദാഇ ഇലാ ത്വരീഖിൻ സാനിൻ വശൈത്താനി ഇലാ ത്വരീഖിൻ സാലിസ്. ഇതാ അല്ലാഹുവേ, എന്റെ സ്നേഹിതന്മാർ പലരും പല വഴിയിലേക്കും എന്നെ ക്ഷണിക്കുന്നു, എന്റെ ശത്രുക്കൾ വേറെ വഴിയിലേക്ക് ക്ഷണിക്കുന്നു. വശൈത്താനു ഇലാ ത്വരീഖിൻ സാലിസിൻ, ശൈത്താൻ വേറെ ഒരു വഴിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എന്റെ ശരീരത്തിന്റെ തടീച്ചയും എന്റെ കോപവും എന്റെ അസൂയയും എന്റെ അനാവശ്യമായ ചിന്തകളും എന്നെ പലതിലേക്കും നയിക്കുന്നു. അതേ സമയത്ത് തന്നെ വഖദൽ ഖൗലു ഫി തഖീലി വത്തസ്ബീഹി വൽ ജബരി വൽ ഖദ്രി വൽ ഇർജാഇ വൽ വഈദി വൽ റഫ്ളി വൽ ഖുറൂജ്. അല്ലാഹുവേ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിർചേരിയിലുള്ള ആശയക്കാർ, അവരിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നവർ ഉണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ തള്ളിപ്പറയുന്നവർ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല, മറിച്ച് അള്ളാഹു നമ്മെ വെറും ഒരു ആയുധം പോലെ സ്വന്തത്തിൽ ഒരു കഴിവും തരാതെ ആക്കിക്കളഞ്ഞു എന്ന് ആരോപണം പറയുന്ന കക്ഷികൾ ഉണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിന് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുകയില്ലെന്ന് അള്ളാഹുവിനെ തള്ളി, അള്ളാഹുവിന്റെ മഹത്വത്തെ തള്ളിപ്പറയുന്നവർ ഉണ്ട്. ഒരമലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, വിശ്വാസമുണ്ടായാൽ മതി എന്ന് വാദിക്കുന്നവർ ഉണ്ട്. അതുപോലെ തെറ്റെന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല, എന്നും നരകത്തിലായിരിക്കും എന്ന് വാദിക്കുന്നവർ ഉണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം സൽക്കർമ്മമായി ചെയ്തതിനാൽ, അഥവാ പരിശുദ്ധ ഖുർആൻ 30 ജുസുഉം ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ചെയ്തത്. അത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, അത് ചെയ്യാൻ അതിന്റെ പ്രാരംഭ സന്ദർഭം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ചോദിച്ചിരുന്നു, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഉമറേ ചെയ്യുക? നബി ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ഒരു ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു. പിൽക്കാലത്ത് അങ്ങനെ ഒരു സംശയം, നബി ചെയ്യാത്ത നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നബി ചെയ്തത് മാത്രമേ നല്ല കാര്യമായി ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വാദം പിൽക്കാലത്ത് വരാതിരിക്കാൻ അന്ന് തന്നെ അതിന്റെ സംശയം തീർക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, നിശ്ചയമായും വല്ലാഹി സത്യം, ഇത് നല്ല കാര്യമാണ് അബൂബക്കറേ, നല്ല കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു കാണിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച സിദ്ധാന്തത്തിൽ, അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിൽ, അവിടുന്ന് പഠിപ്പിച്ച പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നല്ലതാണെന്ന് ബോധ്യപ്പെട്ട കാര്യം ചെയ്യുന്നതിനൊരു കുഴപ്പവും ഇല്ല. ഖുർആനിലെ ആയത്തുകൾ പിന്നീട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഖുർആൻ മനഃപ്പാഠമാക്കിയവരൊക്കെ മരിച്ചു തീരുമ്പോൾ ഖുർആൻ എഴുതി വെച്ചില്ലെങ്കിൽ അതിന്റെ വരികൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതി വെക്കുന്നത് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ 30 ജുസുഉം ഒന്നായി എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒന്നായി എഴുതി വെക്കൽ ഖൈറായ കാര്യമാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അത് പൂർണ്ണമായി അംഗീകരിക്കുകയും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും അതേ സംശയത്തിന്റെ നിവാരണം വരുത്തുകയും അങ്ങനെ സഹാബികളിൽ ഒരൊറ്റ സഹാബിക്കും തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു നല്ല കാര്യം പരിശുദ്ധ ഖുർആൻ 30ഉം ഒന്നായി 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെക്കുക എന്ന നല്ല കാര്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതിനാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് അതിന് പ്രചോദനം നൽകിയതിനാൽ, സഹാബത്ത് അതിനെ പൂർണ്ണമായി അംഗീകരിച്ചതിനാൽ, അവരെല്ലാം നബി ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തതുകൊണ്ട് പിഴച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകൾ, അതുപോലെ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഇശാ നിസ്കാരത്തിന്റെ ശേഷം തറാവീഹ് നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. 3 ദിവസത്തിന് ശേഷം അവിടുന്ന് നിസ്കരിച്ചില്ല, ജമാഅത്തായി, ഒറ്റ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല. ആ 3 ദിവസവും അസറിന്റെ ശേഷം പ്രത്യേകം പ്രചരണം നടത്തിയിരുന്നു. ഇന്ന് രാത്രി പ്രത്യേക നിസ്കാരമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇശാ നിസ്കരിച്ച ഉടനെ ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അവിടുത്തെ പള്ളിയിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ചു. ആ നിസ്കരിച്ച നിസ്കാരം ജനങ്ങളുടെ ആവേശം കണ്ട് ഫർളാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ജമാഅത്തായുള്ള ആ ശൈലി നിർത്തിക്കളഞ്ഞു. അത് നിർത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്ത് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ ഒരു കൂട്ടർ രംഗത്ത് വന്നു, പലരും രംഗത്ത് വന്നു. അതിൽ ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആളുകൾ വളരെ ശക്തിയായി രംഗത്തുണ്ടായിരുന്നു. മറ്റൊരു കൂട്ടർ ഞങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ, സക്കാത്ത് ഭരണാധികാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സക്കാത്ത് ഏൽപ്പിക്കുകയില്ലെന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലൗ മനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഹി. ഒട്ടകവും പശുവും ആടുമൊക്കെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള പതിവ്, മുൻകാലത്തുള്ള പതിവ്, അതിന്റെ കൂടെ ഒരു കയറും കൂടി കൊടുക്കുന്ന പതിവാണെങ്കിൽ, കഴുത്തിൽ കയറിട്ടുകൊണ്ടാണ് മൃഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാറെങ്കിൽ, ഇനി ഒരാൾ വന്നിട്ട് ഞാൻ മൃഗങ്ങളെ തരാം പക്ഷേ കയറ് തരില്ല എന്ന് വാദിച്ചാൽ അതൊരു ചെറിയ കയറല്ലേ എന്ന് മനസ്സിലാക്കി ഞാനത് വെറുതെ വിടുകയില്ല. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും വിലയുള്ളതാണ്. അത് കയറ്റിന്റെ കഷ്ടമാണെങ്കിലും വിലയുള്ളതാണ്. ഒരു കാര്യവും ചെറുതാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഒട്ടകം തരും പക്ഷേ കയറ് തരില്ല, അല്ലെങ്കിൽ പശുവിനെ തരും കയറ് തരില്ല എന്ന് വാദിച്ചാൽ ആ വാദത്തിനെതിരെ ലഖാതൽതുഹും അലാ മൻഹി, ആ വാദക്കാരെ ഞാൻ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് മുൻകാലത്ത് നിലനിന്ന ദീനിന്റെ ആശയം അത് അങ്ങനെ തന്നെ ഞാൻ നിലനിർത്തും എന്ന് പ്രഖ്യാപിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുരുങ്ങിയ കാലം 2 വർഷത്തോളം മാത്രമാണ് അവിടുന്ന് ഭരണം നടത്തിയിട്ടുള്ളത്. 3 വർഷം തികയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലയളവിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിടുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ ഒറ്റ ജമാഅത്തായി പള്ളിയിൽ അതിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച കാരണത്താൽ അന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്, അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചത് അത് 20 റക്അത്തായതുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തർക്കമില്ലാതെ രേഖപ്പെടുത്തി 20-ൽ കുറഞ്ഞ ഒരു തറാവീഹില്ല. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് ആ സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മദ്ഹബിന്റെ കിതാബുകളിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവരമുള്ള ഒരു മനുഷ്യനും അതിൽ തർക്കം ഇല്ല. ആ തറാവീഹ് നിസ്കാരം ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസംഘടിപ്പിച്ചതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് മതത്തിലില്ലാത്ത പുതിയ കാര്യമുണ്ടാക്കി പഴച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷി, ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിച്ച പുതിയാപ്പിളയാണ്. അതുകൊണ്ടാണ് സയ്യിദുൽ അഖ്താൻ എന്ന അവിടത്തേക്ക് പേര് പറയുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എത്രയാണ് ബാങ്ക് വിളിക്കേണ്ടത്, എങ്ങനെയാണ് വിളിക്കേണ്ടത്, എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത നേതാവും ഗുരുവര്യരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വർദ്ധിക്കുകയും ജനങ്ങൾ പള്ളിയുടെ വളരെ അകലങ്ങളിലൊക്കെ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
ജുമുഅ നിസ്കാരത്തിന് 2 ബാങ്ക് നടപ്പാക്കുകയും ആ 2 ബാങ്ക് നടപ്പാക്കിയപ്പോൾ ഒരൊറ്റ സഹാബിക്കും തർക്കമില്ലാതെ സർവ്വ സഹാബികളും അത് അംഗീകരിക്കുകയും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 916 നമ്പർ ഹദീസിൽ രേഖപ്പെടുത്തിയല്ലോ. ഫസബത്തൽ അംറു അലാ ദാലിക, അങ്ങനെ ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബത്ത് 2 ബാങ്ക് നടപ്പാക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പഴിച്ചുപോയി. അദ്ദേഹം ഇസ്ലാമിലില്ലാത്ത പുതിയ കാര്യം കൊണ്ടുവന്ന ആളാണ്, അദ്ദേഹത്തെ പിന്തുണച്ച മുഴുവൻ സഹാബികളും പഴിച്ചുപോയി എന്ന് വാദിച്ചിട്ടുള്ള റാഫിളിയാക്കൾ എന്ന് പറയുന്ന റാഫിളുകൾ എന്ന് പറയുന്ന കക്ഷികൾ, സഹോദരന്മാരെ, ഇനിയും നിങ്ങൾക്ക് കാണാം, അവരാണ് പടച്ച റബ്ബിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ചതെന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവരാണ് പടച്ചവൻ ഒരു കസേരയുടെ മേലെ ഇരിക്കുകയാണെന്ന് വാദിച്ചതെന്ന്, സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് വാദിച്ചതെന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ധാരാളം കിതാബുകളിൽ അത് രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ റാഫിളുകൾ എന്ന് പറയുന്ന കക്ഷികൾ ഉണ്ടല്ലോ, അവര് തന്നെയാണല്ലോ ഒരുപാട് വാദങ്ങൾ ഈ ഭൂമി ലോകത്ത് ഉന്നയിച്ചത്. അങ്ങനെ സഹാബത്തിനെ തള്ളിപ്പറഞ്ഞ കക്ഷികൾ, ആ സഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരനുകൂലിക്കുന്ന ഒരൊറ്റ വ്യക്തിയും ലോകത്ത് ആ നാടുകളിൽ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത കാലത്ത് സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ ആളില്ല, ചായ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആളില്ല, സ്വീകരിക്കാൻ ആളില്ല. ഇവിടെ ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന ഒരു കാലത്ത്, ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു കാലത്ത്, അഥവാ മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു കാലത്ത് ഇവിടെ ആരും സൽക്കരിക്കാനില്ല, സ്വീകരിക്കാനില്ല. അതേ ആ സമയത്ത് അതാ ഇന്നത്തതുപോലെ യന്ത്രം ഘടിപ്പിച്ച കപ്പലുകൾ ഇല്ല, പ്ലെയിനുകളില്ല, ട്രെയിനുകളില്ല, കാറുകളില്ല, സൈക്കിളില്ല. അക്കാലഘട്ടത്തിൽ കാറ്റിന്റെ ഗതി കൊണ്ട് മാത്രം ചലിക്കുന്ന പായക്കപ്പലിൽ കയറിയിട്ട് അറേബ്യയിൽ നിന്ന് അതേ ആയിരക്കണക്കിന് കിലോമീറ്റർ ആ അറബിക്കടലിലെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് പടച്ചവന്റെ മേൽ മാത്രം തവക്കുലാക്കി അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കൽ ഞങ്ങളെ ബാധ്യതയാണല്ലോ എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ വന്ന് കാലുകുത്തിയിട്ട് സുന്ദരമായ ജീവിതം നയിച്ചപ്പോൾ, അതേ പവിത്രമായ ആശയം പ്രചരിപ്പിച്ചപ്പോൾ, എന്താണ് നിസ്കരിക്കേണ്ടത്, എത്രയാണ് നിസ്കരിക്കേണ്ടത്, ആരാണ് പള്ളിയിൽ പോകേണ്ടത്, ആരാണ് ജുമഅയിൽ പങ്കെടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ബാങ്ക് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ഖുതുബ ഓതേണ്ടത്, ഏത് ഭാഷയിലാണ് നിസ്കരിക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ബിസ്മി ചൊല്ലേണ്ടത്, ഏത് ഭാഷയിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ഹജ്ജിന് പോകേണ്ടത്, എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി എങ്ങനെയാണ് മാസമുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുന്നാളാക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, ഓരോന്നും പഠിപ്പിച്ചല്ലോ. അവരീ കേരളത്തിൽ വന്നു 10 പള്ളികൾ നിർമ്മിച്ചല്ലോ. മാടായി പള്ളിയും ശ്രീകണ്ഠപുരം പള്ളിയും ധർമ്മടം പള്ളിയും അതേ കാസർഗോഡ് തളങ്കര പള്ളിയും കൊടുങ്ങല്ലൂരിൽ അതാ ചേരമാൻ പള്ളിയും, അങ്ങനെ 10 പള്ളികൾ അതാ വന്ന കക്ഷികൾ ഇവിടെ നിർമ്മിച്ചല്ലോ. അതിനുവേണ്ടി ഇവിടെയുള്ള ഹിന്ദുക്കൾ സ്ഥലം കൊടുത്തല്ലോ, ഇവിടെയുള്ള മറ്റ് മതക്കാര് സഹകരിച്ചല്ലോ. അവരുടെ ആത്മീയ ശക്തിയല്ലേ, അവരുടെ ആത്മാർത്ഥതയല്ലേ, അല്ലാഹുവിന്റെ സഹായമല്ലേ. അവർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പടച്ചവനോട് സഹായം തേടിയവരാണ്, അവന്റെ ഹിദായത്ത് ചോദിച്ചവരാണ്, ആ ഹിദായത്തിലുള്ളവരാണ്. അവർ പടച്ചവൻ അനുഗ്രഹിച്ച മഹാന്മാരാണ്. ആ മഹാന്മാർ ഇവിടെ വന്ന് അതാ അറബിയിൽ തന്നെ നിസ്കാരം പഠിപ്പിച്ചതിനാൽ, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി അറബിയിൽ തന്നെ ഖുതുബ പഠിപ്പിച്ചതിനാൽ, അറബിയിൽ തന്നെ ഇബാദത്ത് പഠിപ്പിച്ചതിനാൽ, അവർ ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അവരവരുടെ നാട്ടിൽ
ആംഗ്ല ഭാഷ ഉപയോഗിച്ചില്ല എന്ന് അവരെ കുറിച്ച് ആരോപണം പറഞ്ഞവരില്ലേ, സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞവരില്ലേ? ആ കക്ഷികൾ അതല്ലേ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷി. ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ ആശയത്തിൽ പെട്ടുപോകാതെ വൽ ഖുറൂജി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലുള്ള സഹാബികളൊക്കെ അതാ അവർക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി മധ്യസ്ഥനായി സഹാബിയെ നിശ്ചയിച്ച കാരണം കൊണ്ട് പടച്ചവന്റെ വിധി അംഗീകരിക്കാതെ മധ്യസ്ഥന്റെ വിധി അംഗീകരിക്കുന്നു എന്ന ആരോപണം പറഞ്ഞു. ആ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധി പറയാനുള്ള അധികാരം പടച്ചവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥന്മാരുടെയോ ഭരണാധികാരികളുടെയോ ഒരു വിധിയും നമുക്ക് അംഗീകരിച്ചുകൂടാ എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഖവാരിജുകൾ ഉണ്ടല്ലോ, അവരെയല്ലേ അലി റളിയല്ലാഹു അൻഹു തുരത്തിയത്? അവരോടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാദപ്രതിവാദം നടത്തിയത്? അവർക്കെതിരെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ധാരാളം വന്നത്? ഇങ്ങനത്തെ ഖവാരിജുകൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പല കക്ഷികളും ഉണ്ടല്ലോ. കള്ളു കുടിക്കാൻ ക്ഷണിക്കുന്നവർ, പലിശ വാങ്ങാൻ ക്ഷണിക്കുന്നവർ, വ്യഭിചാരത്തിലേക്ക് വിളിക്കുന്നവർ, അഹങ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന പിശാചുണ്ടല്ലോ, ശരീരത്തിന്റെ തടിയിച്ച ഉണ്ടല്ലോ, ഇത്തരം ആശയങ്ങളിലേക്ക് വിളിക്കുന്നവരും ഉണ്ടല്ലോ. അതുകൊണ്ട് റബ്ബേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത്തരം കക്ഷികളെ സംബന്ധിച്ചൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വൽ അഖ്ലു ദഈഫുൻ വൽ അംറു ഖസീറുൻ. അല്ലാഹുവേ, എന്റെ ബുദ്ധി ദുർബലമാണല്ലോ, വൽ അംറു ഖസീറുൻ, എന്റെ ആയുസ് വളരെ ചുരുങ്ങിയതാണല്ലോ, സനാഅതു തവീലത്തുൻ, പണി ഒരുപാട് ഇവിടെ എടുക്കാനുണ്ടല്ലോ, വത്തജ്രിബത്തു ഖത്റത്തുൻ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. കാരണം ആഖിറത്തിലെത്തുന്ന സമയത്ത് പരിശോധിച്ചിട്ട് വിവരം മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ വെച്ച് തന്നെ ഞാൻ സന്മാർഗത്തിലായി ജീവിച്ചില്ലെങ്കിൽ പരിശോധന അപകടത്തിലാണല്ലോ. വൽ ഖളാഉ അസീർ, ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയ ജുമഅ മരിച്ചതിന് ശേഷം അത് ഖളാ വിട്ടാൻ കഴിയില്ലല്ലോ. ഇവിടെയുള്ള റകഅത്തിന്റെ എണ്ണം ചുരുക്കിയാൽ പിന്നെ റകഅത്ത് കൂട്ടിയിട്ട് ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, മഹ്ശറയിൽ നിന്ന് ഖളാ വിട്ടാൻ കഴിയില്ലല്ലോ. പടച്ച റബ്ബേ, അങ്ങനെ തുടങ്ങി ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്റെ കാര്യം അപകടം തന്നെയാണല്ലോ. ഞാൻ ഈ പ്രസംഗങ്ങളും പലരുടെയും പ്രഭാഷണങ്ങളും പലരുടെയും വാക്കുകളും പലരുടെയും എഴുത്തുകളൊക്കെ കാണുമ്പോ ഞാൻ ബേജാറിലാകുന്നല്ലോ. ചിലരങ്ങനെ പറയുന്നു, ചിലരിങ്ങനെ പറയുന്നു. പടച്ച റബ്ബേ, ഞാൻ ബേജാറാകുന്നു. അതുകൊണ്ട് എന്നെ നേർക്ക് നേരെയുള്ള വഴിയിൽ, ആ വഴിയിലൂടെ എനിക്കങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയണം. ആ വഴിയിലേക്ക് നീ എന്നെ വഴിതിരിക്കണേ അല്ലാഹ് എന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ വ്യാഖ്യാനമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നു. നേർക്ക് നേരെയുള്ള വഴി. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞില്ലേ, ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന ധാരാളം ആളുകളില്ലേ, അതിന് പ്രചോദനം നൽകുന്നവരില്ലേ, പോകട്ടെ പള്ളിയിൽ പോലും നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരില്ലേ, അവിടെയെല്ലാം നേരെയുള്ള വഴി കിട്ടണം നമുക്ക്. നേരെയുള്ള വഴി ഏതാണ്? ഇവിടെ ഈ കേരള മണ്ണിൽ ഇന്ത്യ രാജ്യത്ത് വന്ന് പായക്കപ്പലിൽ കയറി വന്നിട്ട് ആ കപ്പലിൽ തണുത്തത് സൂക്ഷിക്കാൻ സംവിധാനമില്ലല്ലോ, ടോർച്ച് അന്നത്തെ കാലത്തില്ലല്ലോ, വെളിച്ചം കാണാൻ ഇലക്ട്രിക് ലൈറ്റുകൾ ഇല്ലല്ലോ. അവർ വന്നത് എങ്ങനെയാണ്? അതാ തിരിവിളക്കും കത്തിച്ചിട്ടല്ലേ കടലിലൂടെ യാത്ര ചെയ്തത്. അവർ വന്നത് ദീൻ പ്രചരിപ്പിക്കാനല്ലേ. ആ വന്നവരിവിടെ വന്ന് നിർമ്മിച്ച 10 പള്ളിയിലും ഇന്ന് വരെ അക്കാലം മുതൽ സ്ത്രീകളെ അവർ വിളിച്ചിട്ടില്ലല്ലോ. സ്ത്രീകൾ ആ 10 പള്ളിയിലും ജുമുഅ ജമാഅത്തിന് പോകുന്നില്ലല്ലോ. മഹദിയായ സയ്യിദത്തുനാ ബീവി ഐഷ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തുനാ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അതുപോലുള്ള നബിയുടെ ഭാര്യമാരും പെൺകുട്ടികളും ഒരൊറ്റ ജുമുഅക്കും ഒരൊറ്റ ജമാഅത്തിനും സഹോദരന്മാരെ
പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് ജുമഅക്ക് വേണ്ടിയോ ജമാഅത്തിന് വേണ്ടിയോ പോയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയത് വെറും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മാത്രമല്ലല്ലോ. എനിക്ക് വന്ന ഒരു ചോദ്യം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി അങ്ങ് സൂചിപ്പിക്കുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വലഖദ് കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബനാതിഹി വഅസ്വാജിഹി വമൗലിയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബിയുടെ ഭാര്യമാർ, പെൺകുട്ടികൾ, ഖിദ്മത്തെടുക്കുന്ന സ്ത്രീകൾ, എത്രയെത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഒരൊറ്റ ജുമഅയിലും പങ്കെടുക്കാൻ വേണ്ടി ഒരൊറ്റ പെണ്ണും നബിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് ഞാൻ കാണുന്നില്ല, ഞാൻ അറിയുന്നില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് വെറും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞതല്ലല്ലോ. പള്ളിയിൽ പോകണമെന്ന് പലപ്പോഴും വാദിക്കുന്നവർ ശാഫി ഇമാമിനേക്കാൾ വിവരമുള്ളവരാണെന്ന് രേഖപ്പെടുത്തി വെച്ച ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിലും അത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നബിയുടെ ഭാര്യമാര് ജുമഅക്ക് പോകാറില്ല, നബിയുടെ ഭാര്യമാരും പെൺകുട്ടികളും ജുമഅക്കും ജമാഅത്തിനും പോകാറില്ല എന്ന് ഫതാവയിൽ ഇബ്നു തൈമിയ്യയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ സഹോദരിമാരെ, ആ മഹാന്മാര് പഠിപ്പിച്ചു തന്നൊരു പാതയില്ലേ, അവര് പഠിപ്പിച്ചു തന്നൊരു വഴിയില്ലേ, അതല്ലേ സിറാത്തുൽ മുസ്തഖീം. അത് തന്നെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, ഇമാം ബുഖാരി കാണിച്ച വഴി, ഇമാം മുസ്ലിം കാണിച്ച വഴി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹു കാണിച്ച വഴി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽക്കുള്ള സർവ്വ സഹാബികളും താബീങ്ങളും താബിഉത്താബീങ്ങളും 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ കാണിച്ചു തന്ന വഴി, ആ വഴിയിൽ തന്നെ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ നടന്നു വന്ന വഴി, അതല്ലേ ഉടനെ തന്നെ പറയുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ മഹത്തായ അനുഗ്രഹം നൽകിയിട്ടുള്ള മഹാന്മാരുടെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. നീ അനുഗ്രഹം നൽകിയിട്ടുള്ള മഹാന്മാരുടെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. അതാണ് സഹോദരന്മാരെ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആരാണ് അല്ലാഹു ജല്ല ജലാലുഹു അനുഗ്രഹം നൽകിയിട്ടുള്ളവർ? നമ്മുടെ ഇന്നത്തെ വിഷയം അനുഗ്രഹീതരുടെ വഴിയിലേക്ക് എന്നതാണ്. ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്ശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരെ അല്ലാഹു തന്നെ എണ്ണുന്നു. മിനൻ നബിയ്യീൻ, അംബിയാക്കളാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളായ സത്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സത്യവാനാണ്. അതുകൊണ്ടല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ ബാങ്ക് അലി ഇബ്നു അബീ ത്വാലിബും നടപ്പാക്കിയില്ലേ? കണ്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് അസ്സദീഖുൽ അക്ബർ ഏറ്റവും വലിയ സിദ്ദീഖാണ്. ആ സിദ്ദീഖീങ്ങളായ സഹാബത്തിലെ ആയിഷ ബീവി സിദ്ദീഖത്താണ്, ഫാത്തിമ ബീവി സിദ്ദീഖത്താണ്. സിദ്ദീഖീങ്ങളെ വഴിയിൽ അല്ലാഹുവേ, നബിമാരുടെ വഴിയിൽ, സിദ്ദീഖീങ്ങളെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ. നബിമാരിൽ ഏറ്റവും പ്രശസ്തരും ഏറ്റവും പ്രഗൽഭരും ഏറ്റവും ശ്രേഷ്ഠരും ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ
ഉർബിൻ വമിൻ ജമീൽ. ചൊല്ലൂ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദഈമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ആ മൗലായ സല്ലി വസല്ലിം എന്ന പദം അതൊരു സലാത്താണ് മക്കളെ. സലാത്തിന് നബി തങ്ങൾ പഠിപ്പിച്ച 7 വാചകം മാത്രമേ പാടുള്ളൂ എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. അത് സഹാബത്തിനെതിരാണ്, ഇമാമിങ്ങൾക്കെതിരാണ്, പറയുന്നവർക്ക് തന്നെയും എതിരാണ്. അതൊക്കെ ഞാൻ കരുതാകപ്പള്ളിയിലെ പ്രസംഗത്തിന്റെ CD കേസിട്ട് കേട്ടാൽ നിങ്ങൾക്കതിന്റെ തെളിവുകൾ കൊട്ടക്കണക്കിന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ മുമ്പ് പ്രസംഗിച്ച CD-യിലും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ കട്ടുപ്പാറയിൽ വെച്ച പ്രസംഗത്തിലും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ മുഴുവനും അതാ വിവിധങ്ങളായ വാചകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതവരെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അളമു സ്വലാത്ത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജാദു സ്വലാത്ത്. എത്രയെത്ര സ്വലാത്തുകളുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തി വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നന്നായി ഒരു ഒതുവെടുത്തിട്ട് നന്നായി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി ഔ ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഹു ഫിയ എന്ന് പറയാറില്ലേ പറഞ്ഞു കൊടുത്തത്? സഹീഹായ ഹദീസല്ലേ അത്? എന്താണ് ആ ഹദീസിൽ പറയുന്നത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ പറയൂ മോനെ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ അനുഗ്രഹത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ അടയാളനാക്കി മുഹമ്മദ് നബിയെ മുൻനിർത്തി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. അല്ലാഹ് യാ മുഹമ്മദ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചവനോട് ചോദിക്കുന്നതിനിടയ്ക്ക് നേരിൽ വിളിക്കാനാ പറയുന്നത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹദീ. എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി അങ്ങയെ ഇടയാളനാക്കി ഞാനിതാ പടച്ച റബ്ബിലേക്ക് മുന്നിടുന്നു നബിയേ. ലിതഖ്ദിയ ലീ, തങ്ങളെന്റെ ആവശ്യം നിർവഹിച്ചു തരണേ നബിയേ. എന്റെ മുറാദ് ഹാസിലാക്കി തരണേ നബിയേ. അവിടെ തന്നെ ഒരു നുസ്ഖയിൽ ഒരു പകർപ്പിൽ ലിതുഖ്ളാ ലീ, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാനാണ് നബിയേ എന്ന് നബിയെ നേരിൽ വിളിച്ചു പറയുന്ന വാചകവും ഉണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതിന് ശേഷം വീണ്ടും പടച്ച റബ്ബിനോട് തന്നെ പറയുന്നു അല്ലാഹുമ്മ ഫശഫിഹു ഫിയ. അല്ലാഹുവേ, ഞാൻ നബിയോട് ശുപാർശക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ശുപാർശ നീ ഒന്ന് സ്വീകരിക്കണേ. ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തിന്റെ നേതാവായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഏറ്റവും നന്നായി പഠിപ്പിച്ച ഗുരുവര്യരായ തൗഹീദ് ലോകത്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മുമ്പല്ല് പൊട്ടി തെറിച്ചുപോയ നേതാവായ, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച നേതാവായ, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഈ പുണ്യകരമായ ദുആ, ഈ പുണ്യകരമായ ഇസ്തിഗാസ, ഈ പുണ്യകരമായ തവസ്സുല് പഠിപ്പിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ ഹദീസ് സഹിഹായ പരമ്പരയുടെ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തില്ലേ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തില്ലേ, നസായി റിപ്പോർട്ട് ചെയ്തില്ലേ, എന്തിനധികം ഇമാം ബുഖാരിയുടെ ഗുരുവര്യരും കൂടിയായ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ
ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ 3 സ്ഥലത്ത് സഹിഹായ പരമ്പരയോട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? അങ്ങനെ നബിയെ വിളിച്ച് സങ്കടം പറയാൻ പഠിപ്പിച്ചത് നബി തന്നെയല്ലേ? നബി ഇടയാളനാക്കാൻ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ? ആ നബിയല്ലേ ഒന്നാമത്തെ അനുഗ്രഹം ലഭിച്ചവർ? മിനൻ നബിയീന, നബിമാരാണ് അനുഗ്രഹം ലഭിച്ചവരിൽ ഒന്നാമത്തെ കക്ഷികൾ നബിമാര് തന്നെ. വസിദ്ദീഖീൻ, മറ്റൊന്ന് സിദ്ദീഖീങ്ങളാണ് കേട്ടോ. സഹാബത്ത് ആ പ്രഗൽഭരൊക്കെ സിദ്ദീഖീങ്ങൾ തന്നെയല്ലേ? ഫാത്തിമ ബീവി സിദ്ദീഖത്തല്ലേ? സത്യവതിയായ ബഹുമതിയുള്ള സ്ത്രീയല്ലേ? ഐസ ബീവി സിദ്ദീഖത്തല്ലേ? അവരൊറ്റ ജുമഅക്കും പള്ളിയിലേക്ക് പോയില്ലെന്ന് രേഖപ്പെടുത്തുന്നത് ഇബ്നു തൈമിയ്യ അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരമില്ലാത്ത പേരോടല്ലല്ലോ. പിന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലേ? അവരുടെ ഇൽമ്, അതുപോലുള്ള ഇൽമ് കിട്ടിയവർ ഇവിടെ ഇപ്പൊ ആരാണ് സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ഔലിയാക്കൾ കഴിഞ്ഞുപോയ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ അറബിയിൽ തന്നെയുള്ള ഖുതുബ, അതേ അറബിയിൽ തന്നെയുള്ള നിസ്കാരം, 20 റക്അത്ത് തറാവീഹ്, അവിടെ പുരുഷന്മാര് മാത്രം ജുമഅക്ക് പോകുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മർഹൂം കിയന ഉസ്താദ്, ഇ.കെ. ഉസ്താദ്, കന്യത്ത് ഉസ്താദ്, കാങ്ങാട്ട് ഉസ്താദ്, കണരണ്ട് ഉസ്താദ്, നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങളില്ലേ? ഓക്കെ ഉസ്താദ്, നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങളില്ലേ? അതിനു മുമ്പ് കഴിഞ്ഞുപോയ നാദാപുരം ദർസ് നടത്തിയ ഖുതുബി തങ്ങളില്ലേ? തരക്കണ്ടിയിലെ മഹാനവറുകളില്ലേ? അതുപോലെ ധാരാളം ആളുകളില്ലേ? അതിന്റെയും മുമ്പ് കഴിഞ്ഞുപോയവരില്ലേ? പൊന്നങ്ങടിയിൽ സൈനുദ്ദീൻ മഖ്ദൂം കഴിഞ്ഞുപോയില്ലേ? ഇബ്നു ഹജർ തങ്ങൾ അവിടെ അതാ അവിടെയുള്ള ആളുകൾക്ക് ബിരുദം കൊടുക്കാൻ വേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള ഒരൊറ്റ ഇമാമിയങ്ങളും ഒരൊറ്റ അലിമീങ്ങളും അവരെ ഭാര്യമാര് പള്ളിയിലേക്ക് അയച്ചില്ലല്ലോ. കിയന ഉസ്താദിനെ നിങ്ങൾക്കറിയില്ലേ? ദുന്യാവിനോട് സ്നേഹമില്ല, മറിച്ച് കടമേരിയിൽ നിന്ന് നടന്നു വന്ന് ദർസ് നടത്തിയ മഹാൻ, അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഒരു ദിവസമെങ്കിലും 2 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു ജുമഅക്കും പറഞ്ഞയച്ചില്ലല്ലോ, ഭാര്യയെ പറഞ്ഞയച്ചില്ലല്ലോ. അവരല്ലേ വിവരമുള്ളവർ. ആ വിവരമുള്ളവരെ മുഴുവനും തള്ളിയിട്ട് നമ്മളങ്ങ് നീങ്ങുമ്പോൾ സിറാത്തുൽ മുസ്തഖീം പോയില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ പ്രാർത്ഥന, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. ആരാണ് അനുഗ്രഹിച്ചവർ? ഖുർആൻ തന്നെ പറയുകയാണ്, നബിമാർ, വസ്സുദ്ദീഖീന, സത്യവാന്മാർ, വസ്സുഹദാ, ദീനിനു വേണ്ടി ഷഹീദായി മരിച്ച മഹാന്മാരില്ലേ? വസ്സാലിഹീൻ, സൽക്കർമ്മികളായ മഹാന്മാരില്ലേ? സജ്ജനങ്ങളില്ലേ? അവരാണ് നീ അനുഗ്രഹിച്ചവർ റബ്ബേ. അവരുടെ വഴിയിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാതെ നീ ആ വഴിയിൽ തന്നെ പൂർണ്ണമായി ഞങ്ങളെ അങ്ങ് നടത്തണേ അല്ലാഹ്. അതൊരൊറ്റ കക്ഷി മാത്രമേ ഉള്ളൂ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച കക്ഷി, അതൊരൊറ്റ ഒന്ന്. അതിൽ നബിമാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. ശാഖാപരമായ വിഷയത്തിൽ മസ്അലകളിൽ ഭിന്നാഭിപ്രായമുള്ളവർ ഉണ്ട്. കക്ഷി ഒന്ന്. ഏതുപോലെ അമ്പിയാക്കളൊക്കെ ഒറ്റ കക്ഷിയല്ലേ? പക്ഷേ ചില മസ്അലകളിൽ, ചില ശാഖാപരമായ വിഷയങ്ങളിൽ അമ്പിയാക്കളിൽ 2 വിധത്തിൽ നിയമം പറഞ്ഞവർ ഇല്ലേ? വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹാ സുലൈമാൻ. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു മസ്അല. എന്താണ്? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം മകനാണ്, ദാവൂദ് നബി ബാപ്പയാണ്, 2 നബിയാണ്. ഒരു കൂട്ടര് വരുന്നു, വന്നിട്ടൊരു മസ്അല ചോദിക്കുന്നു, ഒരു വിധി തേടുന്നു. എന്താ വിഷയം? ഓ ദാവൂദ് നബി അലൈഹിസ്സലാം, ഞങ്ങളുടെ ഒരു കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലത്തുള്ള കൃഷികൾ മുഴുവനും ഈ കക്ഷികളുടെ ആടുകൾ വന്ന് തിന്ന് നശിപ്പിച്ചു പോയി. അതിന് ഞങ്ങൾക്ക് നഷ്ടം കിട്ടണം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃഷിക്ക് എത്ര ഉറുപ്പിക വിലക്കുണ്ട് എന്ന് വില കെട്ടുന്നു. വില നോക്കുമ്പോൾ ഒരു തുക നിശ്ചയിച്ചു.
ഈ ആട്ടിന് എത്ര ഉറുപ്പിക വിലക്കുണ്ട്? ഈ ആട് നിങ്ങളടുത്ത് തുക കൊടുക്കാനുണ്ടോ? തുകയൊന്നും കൊടുക്കാറില്ല. ആടിന്റെ മുതലാളിമാരടുത്തൊന്നുമില്ല. ഈ ആട് എത്ര ഉറുപ്പികണ്ട് വില കെട്ടി നോക്കുമ്പോ ആ നശിപ്പിക്കപ്പെട്ടു പോയ കൃഷിക്ക് എത്ര വിലയുണ്ടോ അതേ വിലക്ക് തുല്യമാണ് ഈ ആട്ടിന്റെ വില. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ആ നശിപ്പിക്കപ്പെട്ട കൃഷിക്ക് പകരം നിങ്ങൾ ഈ ആടുകളെ പകരം കൊടുക്കണം. അങ്ങനെയാണ് ദാവൂദ് നബി വിധി പറഞ്ഞത്. അല്ലാഹുവിന്റെ നബിയാണ്, ഒരു തെറ്റും വരുന്നവരല്ല. അമ്പിയാക്കളെ തെറ്റു വരുന്നവരാണെങ്കിൽ പിന്നെ അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ദിവസം 17 പ്രാവശ്യം തെറ്റ് ചെയ്യുന്നവരെ കൂടെ നമ്മളെ കൂട്ടണേ, അങ്ങനല്ലേ ആവുക? പിന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കുക, നീ നിഅമത്തിന്റെ അമ്പിയാക്കളെ കൂടെ നമ്മൾ ആ വഴി ചേർക്കണേ. അവരൊക്കെ തെറ്റ് ചെയ്തവരാണെങ്കിൽ പിന്നെ എന്തേ നമ്മൾ 17 പ്രാവശ്യം അള്ളാഹിനോട് ദ്വാരക്കുക ഞങ്ങളെ തെറ്റ് ചെയ്യുന്നവരാക്കണോ? അങ്ങനെ ഉണ്ടാവോ? അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് പഠിച്ചവർക്കറിയാം, അമ്പിയാക്കൾ മഅസൂമിങ്ങളാണ്, അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല. സഹോദരന്മാരെ, ആ നബിയായ ദാവൂദ് നബിയുടെ വിധിയാണ്. ആ വിധി വിധിച്ച ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ നിന്ന് അതേ 2 കക്ഷികൾ മകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു. സുലൈമാൻ നബി വിധിച്ചത് വേറൊരു വിധിയാണ്, ബാപ്പ വിധിച്ച വിധിയല്ല. മൂപ്പര് പറഞ്ഞ വിധി ഒന്ന് വേറെയാ. രണ്ടാളും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാ. എന്താണ് സുലൈമാൻ നബിയുടെ വിധി? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിധി, ആ കൃഷിയല്ലേ നശിച്ചിട്ടുള്ളൂ, സ്ഥലം അവിടെ ബാക്കിയില്ലേ. അതുകൊണ്ട് തൽക്കാലം ഈ ആട്ടിന്റെ ഉടമസ്ഥന്മാർ ആട്ടിനെ കൃഷി ഉടമസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കുക. കൃഷിസ്ഥലം തൽക്കാലം ആട്ടിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചും വിട്ടുകൊടുക്കുക. ആ കൃഷിസ്ഥലത്ത് ആട്ടിന്റെ ഉടമസ്ഥന്മാർ കൃഷി ചെയ്യുക. അങ്ങനെ കൃഷി ചെയ്തിട്ട് നേരത്തെ നശിപ്പിക്കപ്പെടുമ്പോൾ കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു അത്രയും ആയാൽ കൃഷിയും സ്ഥലവും ആട്ടിന്റെ ഉടമസ്ഥന്മാർ തിരിച്ച് കൃഷി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുക. ആട്ടിന്റെ ഉടമസ്ഥന്മാർ ആട്ടിനെ തിരിച്ച് ഇങ്ങോട്ടും കൊടുക്കുക. ഖുർആൻ പറഞ്ഞു, ഫഫഹംനാഹാ സുലൈമാൻ, സുലൈമാൻ നബിക്ക് നമ്മൾ കൂടുതൽ ആ വിഷയത്തിൽ വിവരം നൽകി. ദാവൂദ് നബി ഇസ്ലാമിന്റെ വിധിക്ക് ഒരു തെറ്റും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. കൂടുതൽ ഉഷാറുള്ള വിധി സുലൈമാൻ നബിയുടേതാണ്. ദാവൂദ് നബിക്കും വിധിക്കാൻ നമ്മൾ യോഗ്യതയും അർഹതയും കൊടുത്തിട്ടുണ്ട്, വിവരവും കൊടുത്തിട്ടുണ്ട്, നബുവത്ത് 2 ആൾക്കും കൊടുത്തിട്ടുണ്ട്. 2 നബിമാരും സത്യത്തിലാണ് കേട്ടോ. പക്ഷേ പറഞ്ഞ വിധി തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. 2 നബിമാര് തന്നെ, 2 ഒരൊറ്റ പാർട്ടി തന്നെ. ഇതുപോലെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇല്ലേ, അതിന്റെ കാലശേഷം ഓരോ മദ്ഹബിലും ഇമാമിങ്ങളില്ലേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൽ നിങ്ങളെ കാലിന്റെ പള്ള വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ സുജൂദ് ബാത്തിലാണ് കേട്ടോ. ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ബാത്തിലാണെന്ന് പറയണ്ട, ബാത്തിലാണെന്ന് പറയണ്ട. 2 ആളും മഹാന്മാരാണ്, ഒരു മദ്ഹബിലുള്ള ഇമാമിങ്ങളാണ്. സഹോദരന്മാരെ, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയപ്പോൾ തൊട്ടടുത്ത മരത്തിൽ നിന്നല്ലേ കറാമത്ത് കൊണ്ട് ലൈറ്റ് കിട്ടിയത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കണഞ്ഞു പോയപ്പോൾ കയ്യിന്റെ വിരലിൽ നിന്നല്ലേ ലൈറ്റ് കിട്ടിയത്. 2 ആളും കറാമത്തുള്ള ഔലിയാക്കൾ തന്നെ. 2 ആളും 2 നിലക്ക് ഈ ശാഖാപരമായ വിഷയത്തിൽ മസ്അല പറഞ്ഞ ഇമാമിങ്ങൾ തന്നെ. അതുപോലെ ഞാൻ എന്റെ മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വന്ന പണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ ചില്ലറ ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞേക്കും. അവരെ സംഘടനകൾ ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടായേക്കും. അതിന്റെ പേരിലൊന്നും പിഴച്ചവരാണെന്ന് വിധിക്കരുത് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളൊക്കെയും മഹാന്മാര് തന്നെ. അവരൊറ്റ കക്ഷിയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത മഹാന്മാരുടെ വഴി അതൊരൊറ്റ കക്ഷിയാണ്. എന്നാൽ പിഴച്ചു പോയവർ 2 കക്ഷികളാണ്. അതാണ് ഫാത്തിഹ സൂറത്തിൽ പറയുന്നത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ.
സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ, മഹാന്മാരുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ, അവർ രണ്ട് കക്ഷികളാണ്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, അവരുടെ വഴിയിൽ ആക്കല്ലേ അല്ലാ. ഇതാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആരാണ് മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞത്? ഞാൻ ഇന്നലെ നിങ്ങളോട് വിവരിച്ചില്ലേ? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആയത്ത് വിവരിക്കുമ്പോ കള്ളു കുടിക്കാത്തവർ, വ്യഭിചരിക്കാത്തവർ, യതീമിന്റെ ഏതു തിന്നാത്തവർ, അതേ അക്രമം കാണിക്കാത്തവർ. ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികളോട് അക്രമം കാണിക്കാത്തവരെന്ന് പറഞ്ഞില്ലേ? ഇന്നൊരാൾ എന്നെ ദുബായിൽ നിന്ന് ടെലിഫോൺ ചെയ്തു. അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, നാദാപുരം ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു അന്യ സ്ത്രീയെയും കൂട്ടിയിട്ട് ദുബായിലെ ടൗണിലൂടെ പോവുകയാണ്. അന്യ സ്ത്രീയെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നടോ, ശരിയുണ്ടോ ഈ പണി എന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരന്റെ മറുപടി, ഞാൻ വിവാഹം കഴിച്ചത് ഈ അടുത്താണ്, എനിക്ക് സുന്ദരിയായ ഭാര്യയും നാട്ടിലുണ്ട്. പക്ഷേ നാട്ടിൽ ചെന്നാൽ എന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത്, അനുവദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പോവുകയാണെങ്കിൽ എന്റെ ഉമ്മക്ക് ദേഷ്യം പിടിക്കും, ഉമ്മ സമ്മതിക്കൂല, വീട്ടിൽ നിന്ന് അനുവദിക്കൂല. അതുകൊണ്ട് എന്നോട് ഇവിടെ വന്നപ്പോൾ എനിക്ക് നാട്ടിൽ ചെന്നാൽ എന്റെ ഭാര്യയെയും കൂട്ടി പോകാൻ എന്റെ സ്വന്തം ഉമ്മ അനുവദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് തെറ്റ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുവെന്നാണ് വേറൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറയുന്നത്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങളെ മക്കൾ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ അവരുടെ ഭാര്യമാരെയും കൂട്ടിയിട്ട് ഏതെങ്കിലും ഹലാലായ സ്ഥലങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ, അവരുടെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു വാത് കേൾക്കാൻ പോകുന്നുവെങ്കിൽ, അവരൊരു നല്ല കാര്യത്തിന് പോകുന്നുവെങ്കിൽ തടസ്സം ചെയ്യല്ലേ ഉമ്മമാരെ. നീ എന്തേ അവളെയും കഴുത്തിക്കെട്ടി നടക്കുകയാണോ എന്ന് ചോദിക്കല്ലേ ഉമ്മമാരെ. അതുപോലെ ആ പെൺകുട്ടികളുടെ കൂടെ അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പരിഹസിക്കല്ലേ ഉമ്മമാരെ. പെങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ചില പെങ്ങന്മാരിലെ എന്തുണ്ട് കുറ്റം കണ്ടുപിടിക്കാനെന്ന് നോക്കുന്നവർ, ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങളുടെ ആങ്ങളമാരെ ദുഷിപ്പിക്കലാണ് കേട്ടോ. ഇതുപോലെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങളെ ഭർത്താക്കന്മാര് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ നാറുന്ന പശുവിനെ കഴിച്ചു കെട്ടുന്ന തുണിയും അതുപോലുള്ള കുപ്പായവും നാറുന്ന വസ്ത്രവും നാറുന്ന ശൈലിയുമായി ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതിന് പകരം ഭർത്താക്കന്മാരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നിലക്ക് നിങ്ങൾ വീടുകളിൽ കാത്തിരിക്കണമെന്ന് ഞാൻ എന്റെ സഹോദരിമാരോട് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം ഏത് വേശ്യപ്പെണ്ണും അതാ അവളുടെ ആന്തരിക വശം നോക്കിയാൽ എയ്ഡ്സ് രോഗമാണ്, വളരെ മ്ലേച്ഛമാണ്. പക്ഷേ ഡ്രസ് ഇടുന്ന കാര്യത്തിലും അതേ അത്ര പരട്ടുന്ന കാര്യത്തിലൊക്കെ വേശ്യ സ്ത്രീകൾ വളരെ മുന്നിലാണ്. അതിന്റെ കാരണത്താൽ പലപ്പോഴും വിവരം കെട്ട ചെറുപ്പക്കാർ, ദുർബലരായ ചെറുപ്പക്കാർ വേശ്യാവൃത്തിക്ക് പോകുന്നത് കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ രണ്ട് വിധത്തിലുള്ള പിഴവുകളുണ്ട്, രണ്ട് വിധത്തിൽ പിഴച്ചുപോയവരുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ കക്ഷി ഏതാണ്? അല്ലാഹു തആല അവരോട് ദേഷ്യം വെച്ചവനാണ് എന്ന് പറയപ്പെടുന്ന കക്ഷി ഏതാണ്? ആ ദേഷ്യം വെക്കപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഔലാ അൻ യുഹ്മലൽ മഗ്ദൂബു അലൈഹിം അലാ കുല്ലി മൻ അഖ്താ ഫിൽ അഅമാലിൽ ളാഹിറതി വഹുമുൽ ഫുസ്സാഖ്. ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ ആർക്കൊക്കെ അബദ്ധം സംഭവിച്ചോ, തെറ്റ് ചെയ്യുന്ന, തെമ്മാടിത്തം ചെയ്യുന്ന, കുറ്റകരമായ പ്രവർത്തനം നടത്തുന്ന കക്ഷികൾ, അവരോടല്ലേ പടച്ച റബ്ബിന് വല്ലാത്ത വെറുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ആ വെറുപ്പുള്ള കക്ഷികൾ എന്ന് പറഞ്ഞതിൽ തെറ്റായ പ്രവർത്തനം ചെയ്യുന്ന മുഴുവൻ കക്ഷികളും ഉൾപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ സിറാത്തുൽ മുസ്തഖീം വിവരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നത് വിവരിക്കുമ്പോൾ അതിന്റെ നേർ വിപരീതമായ വിശ്വാസം പിഴച്ചുപോയ കക്ഷികളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ആ കക്ഷികളാണ് വലദ്ദാല്ലീൻ എന്ന്
എന്ന് പറഞ്ഞാൽ ഏതെല്ലാം വിശ്വാസം പിഴച്ചുപോയ കക്ഷികളുണ്ടോ അതിൽ യഹൂദികളും നസാറാക്കളും മുശ്രിക്കീങ്ങളും എന്തെല്ലാം അതുപോലെ അതേ അവിശ്വാസികളും പടച്ചവനെ തന്നെ ചോദ്യം ചെയ്യുന്നവരും ഏതെല്ലാം വിശ്വാസത്തിൽ പിഴച്ചവരുണ്ടോ കറാമത്ത് നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളില്ലേ, സ്വഹാബത്തിനെ കുറ്റം പറയുന്നവരില്ലേ, പടച്ചവര് അവയവങ്ങളുണ്ടെന്ന് വാദിക്കുന്നവരില്ലേ, എല്ലാ കക്ഷികളും ഉൾപ്പെട്ടുപോയി. അതാണ് ഇമാം റാസി പറയുന്നത് എന്ന് പറഞ്ഞ പിഴച്ചുപോയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പിഴച്ചുപോയവരാണ്. അപ്പൊ മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിൽ പിഴച്ചുപോയവരാണ്. അതേ സമയത്ത് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പിഴച്ചുപോയവരാണ്. ഇങ്ങനെ രണ്ട് കക്ഷികളുണ്ട് മറുഭാഗത്ത്. ഇപ്പുറത്തൊരു കക്ഷിയേ ഉള്ളൂ, അള്ളാഹ് അനുഗ്രഹിച്ച മഹാന്മാർ, നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അവർ ഒരൊറ്റ കക്ഷിയാണ്. അതിനപ്പുറത്തുള്ള രണ്ട് കക്ഷിയാണ്. ഒന്ന് കർമ്മപരമായ രംഗത്ത് തെറ്റുകൾ പ്രവർത്തിക്കുന്നവർ, മറ്റൊന്ന് വിശ്വാസ രംഗത്ത് തെറ്റുകൾ വിശ്വസിക്കുന്നവർ. ഈ രണ്ട് കക്ഷികളുടെ കൂട്ടത്തിലും അല്ലേ അല്ലാഹ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് പറയുമ്പോൾ അല്ലാഹുവിനോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നടത്തണേ എന്നല്ലേ പറയുന്നത്. അതിന്റെ എന്നെ നടത്തണേ എന്ന് പറയാതെ ഞങ്ങളെ നടത്തണേ എന്ന് പറയുന്നത് എന്താണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, കൂട്ട് പ്രാർത്ഥനയും ഒറ്റക്കുള്ള പ്രാർത്ഥനയും ഒരുപോലെ അല്ല. കൂട്ടുപ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന അല്ലാഹുവിനോട് ഈ നിസ്കാരത്തിലുള്ള പ്രാർത്ഥന, അതേ ഫാത്തിഹ സൂറത്തിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ആദലക്ക് പഠിപ്പിക്കാനുള്ള കാരണം ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നു. ലിഖായിലിൻ യഖൂല, ഒരാൾക്കൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എന്താ ചോദ്യം? ലിമ ഖാല ഇഹ്ദിനാ വലം യഖുൽ ഇഹ്ദിനി, എന്തേ എന്നെ നേർവഴിയാക്കണമെന്ന് പറയാതെ ഞങ്ങളെ നേർവഴിയാക്കണം എന്ന് ബഹുവചനം പറഞ്ഞുകൊണ്ട് കൂട്ടുപ്രാർത്ഥനയാക്കിയത് എന്തിനാണ്? അതിന് മഹാനവർകൾ മറുപടി പറയാണ്, വൽ ജവാബു മിൻ വജ്ഹൈനി, ഞാൻ കുറെ മറുപടികൾ പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതേ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ടവർ പറയാണ് അതിന് പല നിലക്കും മറുപടി പറയാം. ഒരു മറുപടി അൽ അവ്വൽ, ഒന്നാമത്തെ മറുപടി അന്ന ദുആ കുല്ലമാ കാന അഅമ്മ കാന ഇലൽ ഇജാബത്തി അഖ്റബ, ഒരു ദുആ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല കൂട്ടായുള്ള പ്രാർത്ഥന. കൂട്ടായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് കൂട്ടുപ്രാർത്ഥനയാക്കി നടത്താൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പല തെളിവുകളും പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഉദ്ഉല്ലാഹ ബിഅൽസിനത്തിൻ മാ സൈതുമൂഹു ബിഹാ, തെറ്റ് ചെയ്യാത്ത നാവുകളെ കൊണ്ട് നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തെറ്റ് ചെയ്യാത്ത നാവുകളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ സഹാബികൾ ചോദിക്കുകയാണ്, എന്താ ചോദ്യം? ഖാലു യാ റസൂലല്ലാഹ് വമാ ലനാ ബിതിൽകൽ അൽസിന, എവിടുന്നാ നബിയെ തെറ്റ് ചെയ്യാത്ത നാവ് കിട്ടുക? ഏത് മനുഷ്യരും നാവ് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവുകയില്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി യദ്ഉ ബഅദുകും ലിബഅദ്, നിങ്ങൾ ഓരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലിഅന്നക മാ അസൈത ബിലിസാനിഹി വഹുവ മാ അസാ ബിലിസാനിക, അല്ലേ നിങ്ങളെ നാവ് കൊണ്ട് പാവപ്പെട്ട ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് എനിക്ക് പ്രാർത്ഥന കിട്ടിയില്ലേ? എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥന കിട്ടിയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോ സഹോദരന്മാരെ, നമ്മൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല, മറിച്ച് ആ പ്രാർത്ഥനയുടെ ബറക്കത്തൊന്ന് വേറെയാണ്, ആ സദസ്സിന്റെ ബറക്കത്തൊന്ന് വേറെയാണ്, ആ ദുആക്ക് ഉത്തരം കിട്ടുന്നത് ഒരു വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പോലും ബഹുവചനത്തിന്റെ വാചകം കൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തന്നെ ഓതണേ. പിന്നെയും ഇമാം റാസി റളിയല്ലാഹു അൻഹു ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, കഅന്നൽ അബ്ദ യഖൂലു, അടിമ പറയും പോലെയായി, സമീഅതു റസൂലക യഖൂൽ, അല്ലാഹുവേ നിന്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതാണ്. അൽ ജമാഅത്തു റഹ്മ, കൂട്ടായ പരിപാടികൾ അനുഗ്രഹമാണ്. വൽ ഫിർഖത്തു അദാബ്, ചിന്ന ഭിന്നമായി പോവുക എന്നതൊരു ശിക്ഷയാണ്. അതുകൊണ്ട് ഫലമ്മാ അറത്തു തഹ്മീദക, നിനക്ക് ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഞാൻ സ്തുതിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെയോ ആര് ഏത് സ്തുതി സ്തുതിച്ചാലും റബ്ബിനിക്കാണ്, അല്ലാഹുവിനാണെന്നല്ലേ പറഞ്ഞത്. എല്ലാവരുടെ സ്തുതിയെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. വലമ്മാ ദക്കർത്തുൽ ഇബാദത, ഞാൻ നിന്നോട് ഇബാദത്തിന്റെ കാര്യം പറയുമ്പോ ഞാൻ ദക്കർത്തു ഇബാദത്തുൽ ജമീഇ ഫഖുൽതു ഇയ്യാക നഅബുദു, ഞാൻ പറയുമ്പോ ഞാൻ ആരാധിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ഇയ്യാക നഅബുദു, നിനക്ക് മാത്രം ഞങ്ങൾ എല്ലാവരും ആരാധിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. പിന്നെയോ വലമ്മാ ദക്കർത്തുൽ ഇസ്തിയാനത ദക്കർത്തു ഇസ്തിയാനത്തുൽ ജമീഇ, നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നല്ലല്ലോ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. പിന്നീട് ഞാൻ ഏറ്റവും വലിയ കാര്യമായ ഹിദായത്ത് നിന്നോട് ചോദിക്കുമ്പോ ഞാൻ ചോദിച്ചത് എന്നെ ഹിദായത്താക്കണേ എന്നല്ലല്ലോ ചോദിച്ചത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങൾ എല്ലാവരെയും ഹിദായത്താക്കണേ എന്നല്ലേ ചോദിച്ചത്. പിന്നെയോ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വഴിയിൽ എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെയോ വലമ്മാ തലബത്തുൽ ഇഖ്തിദാ ബിസ്സാലിഹീന തലബത്തുൽ ഇഖ്തിദാ ബിൽ ജമീഅ്, മുഴുവൻ നബിമാരുടെയും മുഴുവൻ സിദ്ദീഖീകളുടെയും മുഴുവൻ ശുഹദാക്കളുടെയും മുഴുവൻ സാലിഹീങ്ങളുടെയും വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്നല്ലേ പറഞ്ഞത്. ഇനിയോ നീ ഞങ്ങൾ അവരെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ ഒരു കക്ഷിയുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്നല്ലല്ലോ പറഞ്ഞത്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നീ ദേഷ്യം വെച്ച തെറ്റായ പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ കൂട്ടത്തിലും പെടുത്തരുതേ എന്നല്ലേ പറഞ്ഞത്. വലല്ലാലീൻ, പിഴച്ചുപോയ ഒരൊറ്റ വ്യക്തിയുടെയും ഒരു കക്ഷിയുടെയും കൂട്ടത്തിൽ പെടുത്തരുതെന്ന് ഒന്നായിട്ടല്ലേ പറയുന്നത്. ഞങ്ങളെല്ലാം ഒന്ന് തന്നെ, ഞങ്ങളെല്ലാം ഒന്ന് തന്നെ, ഞങ്ങൾക്കെല്ലാം ചോദിക്കാനുള്ള രാജാവ് ഒന്ന് തന്നെ, ഞങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം ഒന്ന് തന്നെ, ഞങ്ങളെ നേതാവ് ഒന്ന് തന്നെ, ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന കേന്ദ്രം കഅബ ശരീഫ് ഒന്ന് തന്നെ, ഞങ്ങൾ എടുക്കുന്ന ഇബാദത്തിന്റെ മുഴുവനും ഭാഷ ഒറ്റ ഭാഷ തന്നെ, അറബി തന്നെ. ഞങ്ങൾ മലയാള നിസ്കാരമില്ല, മലയാള ജുമഅയില്ല, ഇംഗ്ലീഷ് ജുമഅയില്ല, ചൈനീസ് ജുമഅയില്ല. പിന്നെയോ ഞങ്ങളെല്ലാം ഒന്ന് തന്നെ. ഈ നിലക്കൊരു ഐക്യത്തിന്റെ മതമല്ലേ ഇസ്ലാം. ആ ഐക്യത്തിലായി ജീവിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണം സഹോദരന്മാരെ. ഞാനിനി ഇവിടെ വന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് വായിച്ച് അതിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വഴി അങ്ങ് വിട്ടാൽ പിന്നെ മനുഷ്യന് ആഖിറമില്ല കേട്ടോ. വെറുതെയല്ല ഈ വിഷയം പറയുന്നതിന് മുമ്പ് മാലിക് യൗമുദ്ദീൻ എന്ന ആയത്ത് വിവരിക്കുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനല്ലേ അല്ലാഹു തആല. ആ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലത്തിന് പോകുന്ന സമയത്ത് ഈ വഴിയങ്ങ് വിട്ടാൽ, ചെറുപ്പക്കാരാ, നീ മദ്യപാനിയുടെ പിന്നാലെ പോയാൽ, വ്യഭിചാരിയുടെ പിന്നാലെ പോയാൽ, സഹോദരിമാരെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, നിങ്ങൾ മക്കളുള്ളവരും ഇല്ലാത്തവരുമൊക്കെ കാണുന്ന പുരുഷന്മാരെ പിന്നാലെ ഇറങ്ങി നടന്നാൽ, നിങ്ങൾ ടൗണിലൂടെ വന്നിട്ട് ഒന്ന് വിലസാമെന്ന നിലക്ക് ശരീരം തുറന്നിട്ട് ടൗണിലൂടെ തുറന്ന് നടന്നാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരുടെ പാതയല്ലേ പിൻപറ്റുന്നത്. പ്രതിഫലം കൊടുക്കുന്ന ദിവസം മറന്നു പോകല്ലേ ഉമ്മമാരെ. അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്ന ദിവസം മറന്നു പോകല്ലേ ചെറുപ്പക്കാരെ. കൃത്യമായി നിസ്കാരം നിർവഹിച്ച് സകാത്ത് നൽകി, സദഖ നൽകി, നോമ്പെടുത്ത്, ഹജ്ജ് ചെയ്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് യജമാനരായ റബ്ബിന്റെ
പാവപ്പെട്ട അടിമയാണ് ഞാൻ. ആ യജമാനന്റെ കോടതിയിൽ എനിക്ക് ഹാജരാകേണ്ടതുണ്ട്. എന്റെ ഓരോ നന്മയും തിന്മയും തൂക്കപ്പെടേണ്ടതുണ്ട്. അവിടെ വെച്ച് വല്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഈ ചിന്തയില്ലാതെ ഒരു വാക്ക് സംസാരിക്കല്ല, ഒരു ചലനം നടത്തല്ല, ഒരടക്കം അടങ്ങല്ല, ഒരു കാര്യത്തിലും നീ ഭാഗമാക്കാ, ഒന്നിൽ നിന്നും നീ മാറി നിൽക്കല്ല. എപ്പോഴും നിന്റെ ചിന്ത എന്റെ രാജാവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതുണ്ടല്ലോ. ആ ചിന്തയിൽ ജീവിച്ചങ്ങ് മരിക്കാൻ സാധിച്ചാൽ ആ മരിക്കുന്നവൻ ഭാഗ്യവാൻ തന്നെ. അവന്റെ ജീവിതത്തിൽ ഒതിയ ഫാത്തിഹകൾ ഫലപ്രദം തന്നെ. ഫാത്തിഹയുടെ മാന അംഗീകരിച്ചവൻ തന്നെ, അത് നടപ്പാക്കിയവൻ തന്നെ, അവൻ വിജയം കൈവരിച്ചവൻ തന്നെ. അർഹമുർ റഹീമീൻ റബ്ബേ, അക്കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാത്ത കക്ഷികൾക്ക് എവിടെയും സ്ഥാനമില്ല. അല്ലാഹുവിങ്കൽ സ്ഥാനമില്ല, മഹാന്മാരടുക്കൽ സ്ഥാനമില്ല, നബിതങ്ങളുടെ അടുക്കൽ സ്ഥാനമില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവിടെ നിർത്തുന്നു.